SNDP യോഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീണ്ടും അടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ കൊച്ചുമകളുടെ വിവാഹ റിസപ്ഷന് പ്രധാനമന്ത്രിയും എത്തിയിരുന്നു. കേരളത്തിലെ NDA നേതാവ് കൂടിയായ തുഷാറിന്റെ മകളുടെ വിവാഹ സൽക്കാരത്തിനാണ് പ്രധാനമന്ത്രി എത്തിയത്. സൽക്കാരത്തിനിടെ കേരളത്തിലെ രാഷ്ട്രീയവും പ്രധാനമന്ത്രിയുടെ ചർച്ചാ വിഷയമായി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വിശദമായ ആശയവിനിമയം മോദി നടത്തിയെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹം ബോൾഗാട്ടി പാലസിൽ ഓഗസ്റ്റിലാണ് നടന്നത്. 5 മാസം പിന്നിടുമ്പോൾ ഡൽഹിയിൽ ചായച്ചേ ചർച്ചയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ. ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി വെള്ളാപ്പള്ളിയുമായി നിർണായക ചർച്ചകൾ നടത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SNDPയുടെ പിന്തുണ BJPക്കുണ്ടാകുമെന്ന് ഉറപ്പിക്കാനായിരുന്നു ചർച്ചകൾ. കേരളത്തിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുക്കുമെന്ന് വെള്ളാപ്പള്ളിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മോദിയെയും BJPയെയും വെള്ളാപ്പള്ളിയും എതിർക്കില്ല. എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിന് വെള്ളാപ്പള്ളി വാഗ്ദാനവും ചെയ്തു. നേരത്തെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിലടക്കം മോദിയുടെ ആഹ്വാനം വെള്ളാപ്പള്ളി ഏറ്റെടുത്തിരുന്നു. വീട്ടിലെ പൂജാമുറിയിൽ വിജയ് ദീപവും തെളിച്ചു. മാസങ്ങൾക്ക് മുൻപായിരുന്നു തുഷാറിൻ്റെ മകളുടെ വിവാഹം. ഇതിൻ്റെ സത്കാരമാണ് ഇപ്പോൾ മോദിയെ എത്തിക്കാനായി വെള്ളാപ്പള്ളിയും കുടുംബവും ഡൽഹിയിൽ നടത്തിയത്. ഏറെ നേരം വെള്ളാപ്പള്ളി കുടുംബത്തിനൊപ്പം മോദി ചെലവഴിച്ചു. ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സത്കാരമെന്ന ആശയം വെള്ളാപ്പള്ളി കുടുംബവും ആലോചിച്ചത്. കേന്ദ്ര സർക്കാരിനെ അടുപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. BDJS അധ്യക്ഷനും NDA കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ 3 ആഴ്ച മുൻപ് സന്ദർശിച്ചിരുന്നു. അരമണിക്കൂറോളം സന്ദർശനം നീണ്ടു. കേരള രാഷ്ട്രീയം, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, രാമക്ഷേത്ര ഉദ്ഘാടനം അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗം സജീവമാകുവാൻ കൂടുതൽ കാര്യപ്രാപ്തിയോടെയുള്ള പ്രവർത്തനങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതിന് ഉതകുന്ന പരിപാടികളും പദ്ധതികളും രൂപീകരിച്ചതായും തുഷാർ വെള്ളാപ്പള്ളി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. തുഷാറിൻ്റെ ഭാര്യ ആശ തുഷാറും തുഷാറിനൊപ്പമുണ്ടായിരുന്നു. വിവാഹ സൽക്കാരത്തിന് വിളിക്കാനായിരുന്നു ആ സന്ദർശനം. 2023 ഓഗസ്റ്റിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെയും ആശ തുഷാറിൻ്റെയും മകളുമായ ദേവികയും കൊല്ലത്തെ മുഖത്തല കണ്ണൻസിൽ ഭരതൻ സുരേഷ് ബാബുവിൻ്റെയും KS ഗീതയുടെയും മകൻ ഡോക്ടർ അനൂപും തമ്മിലെ വിവാഹം. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലായിരുന്നു ചടങ്ങ്. ഇതിൻ്റെ സത്കാരമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. വധൂവരന്മാരെ മോദി ആശംസിച്ചു. ഇതിനിടെയാണ് വെള്ളാപ്പള്ളിയുമായും കേരള കാര്യങ്ങളും ചർച്ചയായത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെയോ BJPയെയോ വെള്ളാപ്പള്ളി വിമർശിക്കില്ല. തുഷാർ BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. കോട്ടയത്ത് തുഷാർ മത്സരിക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റ് BDJSന് നൽകാൻ തത്വത്തിൽ ധാരണ BJPയിലായിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയാകണമെന്നാണ് ആവശ്യം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്നും വർഷങ്ങളായി ഒരാളെ പോലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായക്കാർക്കും അതൃപ്തിയുണ്ട് താനും. SNDP യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. ഇതാണ് തുഷാറിന് അനുകൂലമാകുന്ന ഘടകങ്ങളും. 2019 തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് നേടിയത് 1,55,153 വോട്ടാണ്. ഇക്കുറി 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. തുഷാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് A ക്ലാസ് മണ്ഡലമെന്ന കാറ്റഗറിയിലേക്ക് കോട്ടയത്തെ ഉയർത്തുകയാണ് NDA ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലാണ് BDJS മത്സരിച്ചത്. എന്നാൽ ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക.